മഴയൊന്നും ഇല്ലാത്തൊരു വൈകുന്നേരം പെട്ടെന്നൊരാഗ്രഹം. ഒന്ന് നാട് ചുറ്റാൻ പോയാലോ? പിന്നെ കൂടുതൽ ആലോചനയൊന്നുമില്ല. മിസ്റ്റർ കെട്ടിയോനോട് ചോദിച്ചു, പോയാലോ? ആൾക്ക് കുറച്ച് ഈ ഹരിതാപയുടെയും പച്ചപ്പിൻ്റെ ഒക്കെ അസുഖം ഉള്ളതുകൊണ്ട് കേട്ട പാതി കേൾക്കാത്ത പാതി റെഡിയായി. കസിൻസൊക്കെ നാട്ടിലുള്ള സമയമാണെങ്കിൽ ഞങ്ങൾ എവിടെ പോയാലും ഇവനും കൂടെ ഉണ്ടാവാറുണ്ട്, ഉണ്ണി. കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ പെരിയാറും ഇടമലയാർക്ക് സ്ഥിരം കേൾക്കുന്നതാണെങ്കിലും ഒരിക്കലും ഈ പുഴ കടന്ന് അക്കരെ പോകാനോ അവിടെയുള്ള ഗ്രാമങ്ങളെക്കുറിച്ച് അറിയാനോ ഒന്നും അവസരം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. ജങ്കാറിൽ കയറുക എന്നുള്ളതായിരുന്നു എൻ്റെ പ്രധാന ഉദ്ദേശം. ഈ ചെങ്ങാടോ സംഭവങ്ങളൊക്കെ മുന്നേ സിനിമയിൽ മാത്രം കണ്ടിട്ടുള്ള ഞാൻ ഇതൊക്കെയുള്ളൊരു നാട്ടിലേക്ക് മരുമോളായിട്ട് ചെല്ലുമ്പോൾ എല്ലാവരും കൗതുകമായിരിക്കുമല്ലോ. ഇപ്പോഴും കറണ്ടൊന്നും എത്താത്തൊരു ഗ്രാമം ഈ പുഴയുടെ അക്കരയുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അതിശയാണ് തോന്നിയത്. എന്തു ഭംഗിയാണല്ലേ! വണ്ടികളുടെ ഹോണടിയോ തിക്കോ തിരക്കോ ഒന്നുമില്ല. അപ്പോഴേക്കും സന്ധ്യയായി തുടങ്ങിയിരുന്നു. ഇനി പോകാൻ പോണത് പൂയംകുട്ടിയിലേക്കാണ്. വല്ലപ്പോഴും മാത്രം പോയി കാണുന്നവർക്ക് ഇതൊരു സുഖമുള്ള കാഴ്ചയാണെങ്കിലും അവിടെ സ്ഥിരമായിട്ട് ജീവിക്കുന്നവർക്ക് ഇത് അത്ര സുഖമുള്ള പരിപാടിയല്ലെന്ന് എനിക്ക് മനസ്സിലായി. ഇവിടുന്ന് പൂയംകുട്ടിയിലേക്ക് അധികം ദൂരമില്ല. എനിക്ക് തോന്നുന്നു ആ സ്ഥലം ഇത്ര ഫേമസ് ആയത് പുലിമുരുകൻ ഷൂട്ടിന് ശേഷമായിരിക്കും. ഇതാണ് പൂയംകുട്ടി പാലം. ഈ സ്ഥലത്തിൻ്റെ ഭംഗി അറിയണമെങ്കിൽ ഇതുപോലെ നല്ല മഴയുള്ള സമയത്ത് വരണം. കാടിനുള്ളിലേക്ക് ഒരുപാട് പോകാൻ പറ്റിയ സമയമല്ലാത്തതുകൊണ്ട് നേരെ ഭൂതത്താൻകെട്ടിലേക്ക്. കോതമംഗലത്ത് നിന്ന് കഷ്ടിച്ച് 11 കിലോമീറ്റർ ദൂരം മാത്രമേ ഈ സ്ഥലത്തേക്കുള്ളൂ. ഈ താലൂക്കിലെ ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ലൊക്കേഷനും കൂടിയാണ് കേട്ടോ ഇത്. താമസിക്കുന്നത് ഇവിടെ വളരെ അടുത്തായതുകൊണ്ട് തന്നെ സന്ധ്യാസമയങ്ങളിലൊക്കെ ഞങ്ങൾ മിക്കപ്പോഴും പോകാറുള്ളൊരു സ്ഥലം കൂടിയാണിത്. പേരിലുള്ളതുപോലെ തന്നെ ഭൂതങ്ങൾ നിർമ്മിച്ചതാണ് ഈ ഡാമെന്നാണ് ഐതിഹ്യം. ലോകത്ത് എവിടെയൊക്കെ പോയാലും ഉള്ളുകൊണ്ട് തന്നെ നാടനാണെന്ന് ഓർമ്മിപ്പിക്കുന്നതാണ് കേട്ടോ ഇതുപോലുള്ള വൈകുന്നേരങ്ങൾ. എന്നാൽ പിന്നെ ഒരു ഐസ്ക്രീമും കൂടെ കഴിച്ചിട്ട് വീട്ടിലേക്ക് പോവാം അല്ലേ? ആംബിയൻസ് ഒന്ന് കളറാക്കാൻ ഒരു മഴ കൂടി ആയാലോ? അടിപൊളി. അപ്പോൾ ശരി.